കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കൺവെൻഷൻ, പ്രത്യേകിച്ച് വൈദിക സംഘത്തിൻ്റെ പേരിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിരുന്നു. എന്നാൽ പ്രസ്തുത കൺവെൻഷൻ്റെ ചുമതല ഭദ്രാസനം മുഴുവനുമായി ഏറ്റെടുത്ത് ഇത് രണ്ടാമത്തെ വർഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നടത്തപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ അടുപ്പുട്ടി. ആ സ്ഥാപനത്തിൻ്റെ പ്രിമിസിസിൽ, അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മാർ ദിവന്നാസിയോസ് നഗർ എന്ന ഒരു സ്ഥലം ആണ് ഈ സുവിശേഷ യോഗത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഭദ്രാസനത്തിലെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നുള്ളവർക്കും അവിടെ വന്ന് സംബന്ധിക്കുവാൻ ഉള്ള ഒരു സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഈ രാത്രി പ്രസംഗങ്ങളൊക്കെ കഴിയുമ്പോൾ അവർക്ക് അവരവരുടേതായ സ്ഥലത്തേക്ക് ചെന്നെത്താനുള്ള ചില ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ദൈവവചനത്തിന് പ്രസക്തി ഏറി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ത്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത് എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രത്യേക മുഹൂർത്തമാണ് ഈ വചന ശുശ്രൂഷ എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു 3.5 വർഷമാണ് ജനസമ്പർക്കത്തോടു കൂടി ലോകത്തിൽ പ്രവർത്തിച്ചത്. ആ പ്രവർത്തിക്കുന്ന കാലയളവിൽ യേശുവിൻ്റെ ദൈനംദിന പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്, വേദപുസ്തകം കൃത്യമായി പരിശോധിച്ചാൽ പകൽ സമയങ്ങളിൽ മുഴുവനും ജനത്തോടൊപ്പം യേശു ഉണ്ടായിരിക്കും. ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി അവരുടെ രോഗികളെ സൗഖ്യമാക്കും, അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കും, ഉപദേശിക്കും, ശാസിക്കും. അങ്ങനെ വലിയവനെന്നോ ചെറിയവനെന്നോ ജാതി മത വ്യത്യാസമോ ഒന്നും കൂടാതെ എല്ലാ മനുഷ്യവിഭാഗത്തെയും ഉൾക്കൊള്ളത്തക്കവണ്ണമുള്ള ഒരു പ്രവർത്തന ശൈലിയായിരുന്നു കർത്താവ് സ്വീകരിച്ചിരുന്നത്. സാധാരണക്കാരായ ആളുകൾ യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ യേശുക്രിസ്തു അവന് എന്ത് ആവശ്യമുണ്ടെങ്കിലും ചെയ്തു കൊടുക്കുവാൻ സന്നദ്ധനായിരുന്നു. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതും, അതുപോലെ തന്നെ പല വൈദ്യ സഹായം കൊണ്ടും ചികിത്സ കൊണ്ടും ഒരിക്കലും ഭേദമാകാത്ത അനേക രോഗികളെ കർത്താവ് ചെന്ന് സൗഖ്യപ്പെടുത്തി അവരെ കൂടുതൽ തന്നെ വിശ്വസിക്കാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് മനുഷ്യനെക്കുറിച്ച് എന്നുള്ളതിനെ കൃത്യമായി അദ്ദേഹം നിർവചിക്കുന്നുണ്ട്. ഇപ്പം ഗിരിപ്രഭാഷണമായിരുന്നാലും തുടർന്നുള്ള സംഭാഷണ വേളകളിലും ഒക്കെ തന്നെ ഈ ജനങ്ങളുമായുള്ള സമ്പർക്കം വളരെ സുപ്രധാനമാണ്. എന്നാൽ പകൽക്കാലം അങ്ങനെ ജനങ്ങളോടൊത്ത് കഴിയുന്ന യേശു സന്ധ്യ ആകുമ്പോൾ ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്ക് കടന്നു കയറി അവിടെ പ്രാർത്ഥനയിൽ കഴിച്ചു കൂട്ടുന്നു എന്നാണ് പല സന്ദർഭങ്ങളിലും സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് ലളിതമായ ഭാഷയിലായിരുന്നു സാധാരണക്കാരോട് സംവേദിച്ചത്. കർത്താവ് 10-12 പേരെ തിരഞ്ഞെടുത്തത് അവർക്ക് പ്രത്യേക ലോകപ്രകാരമുള്ള യാതൊരു യോഗ്യതകളുമില്ല. കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം പോലും കൃത്യമായി ഗ്രഹിക്കാൻ തക്കവണ്ണം അവരത്രയും വിദ്യാസമ്പന്നരൊന്നും ആയിരുന്നില്ല. അവരെ പലരുടെയും ജോലി എന്ന് പറയുന്നത്
മീൻപിടുത്തമുള്ളവരുണ്ട്, ചുങ്കം പിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള നിത്യവൃത്തിക്ക് വേണ്ടി അധ്വാനിക്കുന്ന സാധാരണക്കാരെ ആയിരുന്നു യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു സംഘത്തെ അദ്ദേഹം നിയമിക്കുന്നത്. 12 പേരെ നിയമിച്ചു. 12 പേരെ നിയമിച്ചപ്പോഴും അതിൽ ചിലരെങ്കിലും തന്നെ ശത്രുവായി തന്നോടൊപ്പം കഴിയുന്നുവെന്ന് യേശുവിന് അറിയാമായിരുന്നു. പക്ഷേ ആ ശത്രുവിനെ ഒരിക്കലും അദ്ദേഹം വെറുത്തില്ല, അത് ഐഡൻറ്റിഫൈ ചെയ്തില്ല. ഏറ്റവും അവസാനം വരുമ്പോൾ മാത്രമാണ് പല സൂചനകളിലൂടെ തന്നെ ആരാണ് ഇതുപോലെ വഞ്ചിച്ച് ശത്രു പാളയത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ പ്രവർത്തിച്ചത് എന്ന് നേരത്തെ ഒന്നും വെളിപ്പെടുത്താതെ എല്ലാ ശിഷ്യന്മാരോടും വളരെ സ്നേഹപൂർവ്വം അദ്ദേഹം ഇടപെട്ടു, സംസാരിച്ചു, പ്രവർത്തിച്ചു. അപ്പോൾ പകൽ സമയം പ്രവർത്തനവും രാത്രി സമയം പ്രാർത്ഥനയും, ഇതാണ് ഒരു പൊതു പ്രവർത്തന ശൈലിയായിട്ട് ഞാൻ കാണുന്നത്. കർത്താവിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം തന്നെ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുടെയും ഒരു പുനർവായനയാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ 10 കൽപ്പന ഇസ്രായേലിന് മോശ മുഖാന്തരമായിട്ട് കൊടുത്തെങ്കിലും കർത്താവ് ആ കൽപ്പനയ്ക്കെല്ലാം പുതിയ പുതിയ നിർവചനങ്ങൾ കൊടുക്കുകയാണ്. അല്ലാതെ അക്ഷരങ്ങളിൽ മാത്രമുള്ള അർത്ഥം കൊണ്ട് കർത്താവ് തൃപ്തിപ്പെടാതെ ഇതിനെല്ലാം ഈ തൻ്റെ ന്യായപ്രമാണങ്ങളെ പോലും അതിന് പുതിയ പുതിയ നിർവചനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം അത് കൊല ചെയ്യരുത്, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം, ഇങ്ങനെയുള്ള മൂല്യങ്ങൾ ധാരാളമുള്ള കൽപ്പനകളാണ് കൊടുത്തത്. ചിലപ്പോഴൊക്കെ നാം വിചാരിക്കും, അല്ലെങ്കിൽ ആരൊക്കെയോ പറഞ്ഞു കേൾക്കാറുണ്ട്, മതപരമായ കാര്യങ്ങളിൽ നിയമത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന്. അത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ തെറ്റാണ്. ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന ആദാമിനും ഹവ്വായ്ക്ക് പോലും മിനിമം നിയമങ്ങൾ അവിടെ കൊടുത്തിരുന്നു. ഇസ്രായേൽ ജാതിക്ക് 10 കൽപ്പനകൾ വളരെ കൃത്യമായിട്ട് അവർക്ക് എഴുതി കൊടുത്തു. അത് ഒരു സമയത്ത് അത് ഒന്ന് മോശയ്ക്ക് തന്നെ അല്പം ജനങ്ങളുടെ പെരുമാറ്റത്തിലുള്ള നീരസം കൊണ്ട് ആ പലക പൊട്ടി നശിപ്പിച്ചപ്പോൾ വീണ്ടും എഴുതി കൊടുത്തു. എന്നിട്ട് അത് അവരുടെ യാത്രയിൽ എപ്പോഴും സൂക്ഷിക്കണമെന്നും പറയുകയുണ്ടായി. അവരത് ഒരു നിയമപേടകത്തിൽ അത് വളരെ ഭക്തിയോടെ അവിടെ അത് ആ പേടകത്തിൽ വെച്ച് അത് ചുമന്നും കൊണ്ട് അവർ ജീവിതയാത്ര തുടരുകയാണ്. അപ്പോൾ ഈ സുവിശേഷ പ്രസംഗവും കൺവെൻഷൻ യോഗങ്ങളിലും കൂടെ നമ്മൾ അതിൽ പങ്കെടുക്കുമ്പോൾ ഒരിക്കലും അതൊരു ചടങ്ങോ അല്ലെങ്കിൽ നമ്മെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല. അത് നമ്മെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊക്കെ അറിവുള്ള കാര്യം തന്നെയാണ്. മനുഷ്യൻ എപ്പോഴും നല്ല കാര്യങ്ങൾ അലസതയോടെ കൈകാര്യം ചെയ്താൽ അതെല്ലാം മറന്നുപോകും. അപ്പോൾ അതൊന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അതാണ് ഈ ദൈവവചന പ്രഘോഷണത്തിൻ്റെ കാതൽ എന്നാണ് എൻ്റെ വിചാരം. അത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ആരാധനയിലും അതുപോലെ എല്ലാ പ്രത്യേകിച്ച് കുർബാന എന്ന് പറയുന്നത് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം ആദ്യം മുതൽ അവസാനം വരെ അത് വേറെ ഒരു മാനദണ്ഡത്തിലൂടെ അവതരിപ്പിക്കുന്ന ഒരു കൂദാശയായിട്ടാണ് വിശുദ്ധ കുർബാനയെ കാണുന്നത്. കർത്താവിൻ്റെ ഗർഭധാരണം, ജനനം, മാമോദീസ, അതുപോലെ തന്നെ തൻ്റെ പീഡന
നേരിട്ട പീഡനങ്ങൾ, യേശുവിൻ്റെ അറസ്റ്റ്, വിസ്താരം, യേശുവിൻ്റെ കുരിശിൽ തറച്ചുള്ള മരണം, അത് കഴിഞ്ഞ് കബറടക്കം, ഉയർത്തെഴുന്നേൽപ്പ്. ആ ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞ് വീണ്ടും കർത്താവ് വരുമെന്ന് പറയുന്ന ആ സംഭവത്തെ കൂടെ അതിൽ കൂട്ടിച്ചേർത്ത് എല്ലാ ഞായറാഴ്ചയും വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്ന ഒരു കൂദാശയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരാധനയിലും അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്, സുവിശേഷങ്ങളിലും അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്, കൺവെൻഷൻ പ്രസംഗങ്ങളിലും അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതല്ലാതെ കൺവെൻഷൻ പ്രസംഗം ഒരിക്കലും ഒരു ചടങ്ങല്ല. അത് കേട്ടിരിക്കാൻ സുഖമുള്ളതാണ് എന്ന് ചിന്തിച്ച് അതിൽ പങ്കെടുക്കുന്ന ധാരാളം പേരുണ്ട്. അങ്ങനെ പങ്കെടുക്കുന്നത് കൊണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വചനം കൃത്യമായി കടന്നു കയറി അത് അവിടെ മുളച്ച് പൊങ്ങി പടർന്ന് പന്തലിച്ച് ഫലം കായ്ക്കുന്നുണ്ടോ എന്നുള്ളത് നാം സ്വയമായി പരിശോധിച്ചറിയേണ്ടതാണ്. ക്രൈസ്തവ ജീവിതത്തിന് ഒരു സാക്ഷ്യമുണ്ട്, അതിനൊരു മൂല്യമുണ്ട്. ആ മൂല്യങ്ങളും സാക്ഷ്യങ്ങളും കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനും ഈ കൺവെൻഷൻ യോഗങ്ങൾ അനിവാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ഈ ഭദ്രാസനത്തിൻ്റെ എല്ലാ ദേവാലയങ്ങളുടെയും സഹകരണത്തിലൂടെ ഇവിടെ ഈ 4 ദിവസത്തെ 2019 ഫെബ്രുവരി മാസം 7, 8, 9, 10 എന്നീ തീയതികളിൽ മലങ്കര സഭയിൽ സുവിശേഷ ഘോഷണം വളരെ ഗംഭീരമായി അർത്ഥവ്യാപ്തിയോടെ അത് വ്യാഖ്യാനിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ധാരാളം സുവിശേഷ പ്രസംഗകരുണ്ട്. അവരെല്ലാം നമ്മൾ പ്രത്യേകമായി ക്ഷണിച്ച് വരുത്തി ഇത് നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഈ വചനത്തിൻ്റെ പ്രസക്തി ഏറുന്നു എന്ന് പറയുന്നത് അത് ഒരു ആവശ്യവുമാണ്. കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയയും മൂല്യങ്ങളുടെ നിർവചനവും ഒക്കെ പഴമയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇന്ന് പാപബോധം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം. അതുകൊണ്ട് ഈ ഭദ്രാസനത്തിൻ്റെ ഈ കൺവെൻഷൻ മുഖാന്തരമായിട്ട് അവിടെ ഏതെങ്കിലും ഒരു സഭയുടെ മാത്രം ഉള്ള വിശ്വാസികളല്ല, ഈ സുവിശേഷം കേൾക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും അതിൽ സ്വാഗതമുണ്ട്. അവർ വന്ന് സംബന്ധിച്ച് അവർക്ക് അത് മുഖാന്തരമായിട്ട് ജീവിതത്തിലെ സമാധാനവും സംതൃപ്തിയും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു കരുത്തും അതുപോലെ തന്നെ അവർക്ക് തന്നെ ഒരു ആത്മവിമർശനം നടത്തി ജീവിതത്തെ കുറെ കൂടെ ഒരു ദൈവ സംസർഗമുള്ളതാക്കി തീർക്കാൻ ഈ സുവിശേഷ പ്രസംഗയോഗങ്ങൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.